1446 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ അതേ ദിവസങ്ങളിൽ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കൊന്ന് പോകണമെന്ന്. അങ്ങനെ ഈ കഴിഞ്ഞ സഫർ 28-ന് ഞങ്ങൾ മക്കയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ തുടങ്ങിയ ദിവസം ഞങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ തുടങ്ങി, അല്ലെങ്കിൽ യാത്ര തുടങ്ങി. മക്കയിൽ നിന്ന് മദീനയിലെത്താൻ 3-4 മണിക്കൂർ മതിയെന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 ദിവസം കൊണ്ടാണ് എത്തിയത്. ഞങ്ങളും ഈ ഒരു 14 ദിവസം സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മക്കയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അനുഗ്രഹീതമായ പാദം എവിടെ പതിച്ചുകൊണ്ടാണ് പ്രയാണം ആരംഭിച്ചത് എന്ന് പാഠപുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ പരിശുദ്ധ കഅബയിൽ നിന്നൊരൽപ്പം അകലെ മറുവയുടെ തൊട്ട് അടുത്ത് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപത്നി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസിച്ച വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടങ്ങിയത്. ഞങ്ങളും അവിടെ പോയി നിന്നു. ആ വീടിന്ന് കാണാനില്ല. ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന ആളുകൾ സഅയ് കഴിഞ്ഞിട്ട് പുറത്തേക്കിറങ്ങുന്ന സ്ഥലത്ത് അവിടെയായിരുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്നത്. ആ വീട് അടിയിൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഡോക്ടർ അബ്ദു യമാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ അവസ്ഥ നമുക്കറിയില്ല. ഏതായാലും ആ ഇടത്തിൽ നിന്ന് ഞങ്ങൾ നോക്കി എവിടേക്കായിരുന്നു സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പോയത്. അപ്പോൾ ചരിത്രം പറയുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട്ടിലേക്കായിരുന്നു. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട് എവിടെയാണ്? ഇന്ന് ആ വീട് കാണാനില്ല. സഞ്ചരിച്ചു ചെല്ലുമ്പോൾ അബ്റാജ് മക്ക എന്ന ഒരു മക്ക ടവർ ബിൽഡിംഗ് ഇന്ന് മക്കയിലുണ്ട്. ക്ലോക്ക് ടവർ ബിൽഡിങ്ങിന്റെയും ദാറുത് തൗഹീദിന്റെയും ഇടയിലുള്ള അബ്റാജ് മക്ക എന്ന ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു എന്റെയും നിങ്ങളുടെയും എല്ലാമായ പുണ്യപ്രഭുവിനെ ആറ്റുനോറ്റ് പോറ്റിച്ചേർന്നു